എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് പൈരോഗ്രാം ബോട്ട് പാർട്ട് 21 ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡോക്കർ ഫയൽ സെറ്റാക്കാം. ഒരു നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു ഡോക്കർ ഫയൽ എങ്ങനെ സെറ്റാക്കാം നമ്മുടെ റിപ്പോസിറ്ററിയിലേക്ക്. ഓക്കെ, ഈ ഡോക്കർ ഫയലിൽ നിന്ന് സാധനം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് എല്ലാ ഹോസ്റ്റ് ചെയ്യുന്നതിലേക്കും നമുക്ക് ഈ ഡോക്കർ ഫയൽ ആവശ്യമുണ്ട്. ഹീറോക്കുലൊക്കെ ആവശ്യമില്ല, റെയിൽവേയിലൊക്കെ ആവശ്യമില്ല. പക്ഷേ റെയിൽവേയിലേക്കെല്ലാം ഡോക്കർ ഫയൽ ഉണ്ടാകും നല്ലത് തന്നെ, ഹീറോക്കുലൊക്കെല്ലാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഡോക്കർ ഫയൽ സെറ്റാക്കാറ്റോ നോക്കാം. പിന്നെ ഈ ഡോക്കർ ഫയലിനെ കുറിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ ഡോക്കർ ഫയൽ എനിക്ക് രണ്ട് തരത്തിൽ സെറ്റാക്കാൻ അറിയാം. ഒന്ന് നോർമലായിട്ടുള്ളത്, പിന്നെ ഒന്ന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഈ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് പബ്ലിക് റിപ്പോസിറ്ററിയിലൊക്കെ മാത്രമാണ് സെറ്റാകുന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നുള്ളത് നോർമൽ ഇതായിട്ട്. ഈ നോർമൽ ഡോക്കർ ഫയൽ നമുക്ക് പ്രൈവറ്റ് റിപ്പോക്കും സപ്പോർട്ടാവും, പബ്ലിക് റിപ്പോക്കും സപ്പോർട്ടാവും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസാക്കുന്നത് ഈ പ്രൈവറ്റാണ്. എൻ്റെ പ്രൈവറ്റ് റിപ്പോസിറ്ററിക്കെല്ലാം ഞാൻ ഈ നോർമലായിട്ടുള്ള ഡോക്കർ ഫയലാണ് എൻ്റെ പ്രൈവറ്റ് റിപ്പോക്കെല്ലാം യൂസ് ചെയ്യുന്നുള്ളത്. പബ്ലിക് റിപ്പോക്ക് എൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നുള്ളത്. ബട്ട് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് കോഡൊക്കെ ചെയ്യാൻ മാത്രം അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അത് സെറ്റാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, പിന്നെ പാർട്ട് 22 പിന്നെ വരാൻ പോകുന്നത് പിന്നെ ഒക്കെയായിട്ടുള്ള ഈ വെബ്സൈറ്റിൽ എങ്ങനെ ബോട്ട് ഡിപ്ലോയ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഈ ഡോക്കർ ഫയലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാം. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. കോൺടാക്റ്റ് ഹിയറിൽ അവിടെ വന്നിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ പാർട്ട് 1 മുതൽ 20 വരെ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടാൽ മതി, എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവത്തുള്ളൂ. പിന്നെ അറിയുന്ന ആളെങ്കിൽ ഇത് വീഡിയോ കണ്ടാൽ ഒരു പ്രശ്നമില്ല, അറിയാത്ത ആളെങ്കിൽ മാത്രം 1 മുതൽ 20 വരെ കണ്ടാൽ മതി. എല്ലാ വീഡിയോത്തിൻ്റെ ലിങ്കും ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ആ പ്ലേ ലിസ്റ്റ് പോയിട്ട് ചെക്കൗട്ട് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ വലിച്ചു നീട്ടുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ റിപ്പോസിറ്ററി ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, റിപ്പോസിറ്ററി ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ റിപ്പോസിറ്ററി ഒന്ന് ഓപ്പൺ ആക്കാം. എന്നിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡോക്കർ ഫയലായിട്ട് കാണാൻ സാധിക്കും. HerokuWy.yml എന്നൊരു സംഭവം കാണാൻ സാധിക്കും. പിന്നെ app.jensor. നമുക്ക് ഈ app.jensorൻ്റെ കാര്യത്തിൽ വിട്ടേക്കാം, നമുക്ക് ആവശ്യമില്ല. app.jensor ക്രിയേറ്റ് ആക്കുന്ന വീഡിയോ ഞാൻ വരുന്നുണ്ട്, ഇപ്പോൾ അല്ല. ഹീറോക്കു നേരായതിനു ശേഷം ഞാൻ അത് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഡോക്കർ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് ഡോക്കർ ഫയലിലുള്ള കോഡ് മൊത്തത്തിലൊന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നിങ്ങളുടെ റിപ്പോസിറ്ററി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ ഒന്ന് ക്രിയേറ്റ് ആക്കാം. അതിൻ്റെ ഫയലിൻ്റെ പേരിങ് കൊടുക്കേണ്ടത് ഡോക്കർ ഫയൽ എന്ന് കൊടുക്കാം. DOCKER. ഓക്കെ, ഡോക്കർ FILE ഫയൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് ഈ കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് നിങ്ങളുടെ റിപ്പോസിറ്ററി നിങ്ങൾ ക്രിയേറ്റ് ആക്കുന്ന റിപ്പോസിറ്ററി വേറൊരു പേജിലൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ വേറൊരു പേജിൽ റിപ്പോസിറ്ററി ഒന്ന് ഓപ്പൺ ആക്കാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ആണ്ടത്, ഞാൻ വേറൊരു പേജിൽ ഇപ്പോൾ ഓപ്പൺ ആക്കിയതാണ്. ഓക്കെ, എൻ്റെ റിപ്പോസിറ്ററി ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാണ്. ഓക്കെ, അല്ലെങ്കിൽ റൺ time.txt എന്ന് കാണാൻ സാധിക്കും നിങ്ങളുടെ റിപ്പോസിറ്ററിയിൽ. അതൊന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും പൈത്തൺ -3.9.9 എന്ന്. ഓക്കെ, എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ഫ്രം പൈത്തൺ ഡബിൾ കോമൻ്റെ ആൻഡ് 3.9. ഓക്കെ, അതിപ്പോൾ രണ്ട് സെയിം ആണ്, അവിടെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. സെയിം അല്ലെങ്കിൽ ഈ ലാസ്റ്റത്തെ ഈ നമ്പർ വെച്ചിട്ട് ബാക്കിയുള്ള രണ്ട് നമ്പർ സെയിം അല്ലെങ്കിൽ നിങ്ങളത് സെയിം ആക്കിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ രണ്ട് സെയിം ആണ്, 3.9 എന്നാണ് ഉള്ളത്, അപ്പുറത്തേയും 3.9 ആണുള്ളത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. 3.8 അപ്പുറത്തെ 3.9 ആയാൽ അത് ശരിയാവും. പക്ഷേ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഒരേപോലെ തന്നെ ആക്കി കൊടുക്കാം. എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും name.py എന്ന്. ഓക്കെ, name.pyൻ്റെ അടുത്ത് നിങ്ങൾ വ്യൂ കോഡിൽ നിങ്ങളുടെ കോഡ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എൻ്റെ മെയിൻ ഫയൽ ഇതാണ്. ഈ മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, മെയിൻ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും മെയിൻ ഫയലിൻ്റെ നെയിം. ആ മെയിൻ ഫയലിൻ്റെ നെയിം മൊത്തത്തിലൊന്ന് കോപ്പി ചെയ്തെടുക്കാം. .py കോപ്പി ചെയ്തെടുത്താലും ഒന്നും പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ മെയിൻ മാത്രം കോപ്പി ചെയ്തെടുത്ത് പേര് എൻ്റെ ഇവിടെ നെയിമിൻ്റെ അത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് .py എന്ന് നിർബന്ധമായിട്ട് അവിടെ കൊടുത്തിരിക്കണം, അവിടെ ഉണ്ടാവും, ഒന്ന് കൊടുത്തിരിക്കാം. ഓക്കെ, ഇതുപോലെ കൊടുത്തിരിക്കണം. main.py ഇതുപോലെ കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ എന്താക്കി വെച്ചാൽ ഇങ്ങനെ നേരെ കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ വേറൊന്നും ചേഞ്ച് വരുത്താനില്ല, കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഡോക്കർ ഫയൽ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡോക്കർ ഫയലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചെറിയൊരു തീരുമാനമായിട്ടുണ്ട്. അന്നങ്ങ് ഡോക്കർ ഫയൽ വർക്കാവത്തില്ല.
ഓക്കെ, ഡോക്കർ ഫയൽ വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഫയലും കൂടി ആഡ് ആക്കാനുണ്ട്. ഓക്കെ, അതിനെക്കാട്ടി മുമ്പ് ഇവിടെ കാണാൻ സാധിക്കും പ്രോക്ക് ഫയൽ. ഈ ഫയൽ ഒന്ന് ഡിലീറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഫയലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡോക്കർ ഫയൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫയലിൻ്റെ ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ ഈ ഫയലിൽ നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, ഡോക്കർ ഫയൽ വന്നുകൊണ്ട് ഇപ്പോൾ ഈ ഫയൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടേനെ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു ഫയലും കൂടി ആഡ് ആക്കാനുണ്ട്. ഓക്കെ, നേരെ കോഡിലേക്ക് വരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇതിൽ കാണാൻ സാധിക്കും Heroku.yml. ഓക്കെ, ഇത് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിലുള്ള കോഡ് ആകെ 3 ലൈനുള്ള ഈ കോഡ്. ഓക്കെ, YML എന്ന് അതിലുള്ള കോഡ് മൊത്തത്തിൽ കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത ശേഷം ഇതിലെനിക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആക്കാം. Heroku.yml. ഓക്കെ, Heroku.yml എന്ന് ക്രിയേറ്റ് ആക്കി കൊടുക്കാം. സ്മോൾ ലെറ്ററിലാണ് കേട്ടോ, ബിഗ് ലെറ്ററിലല്ല. ഇവിടെ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊന്നും ചേഞ്ച് വരുത്താനില്ല. എന്നിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പണി അവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് app.json ആണ് പെൻഡിങ്. app.json ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടും. Heroku നേരെ ആട്ടാം. നമുക്ക് Herokuലേക്ക് മാത്രമാണ് app.json ആവശ്യമുള്ളത്, അല്ലാത്തതിലേക്ക് നമുക്ക് ആവശ്യമില്ല. ഞാൻ നേരത്തെ ചെയ്തായിരുന്നു വീഡിയോ, ബട്ട് Heroku നേരില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൂഫും കൂടി കാട്ടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെയാണത് ഞാൻ കാട്ടിത്തരാത്തത്. ഓക്കെ, നിങ്ങൾ അല്ലാണ്ട് വേറെ ബോട്ടിൻ്റെ റിപ്പൊക്കെ എഡിറ്റിംഗ് ആക്കുമ്പോൾ അതിൽ app.json കാണാൻ സാധിക്കും. ബാക്കിയുള്ള റിപ്പ് ഫോർക്ക് ചെയ്തിട്ട് ഡോക്കർ ഫയലൊക്കെ സെറ്റ് ആക്കുമ്പോൾ. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റിംഗ് വീഡിയോ വയ്യ കാട്ടിച്ചു തരും. ഓക്കെ, അവിടെ എഴുതിയിട്ടുള്ള ക്രിയേറ്റിംഗ് വീഡിയോ കമൻറ്റ്സ് സോണിലിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ടായിരിക്കും നേരെ app.json എന്ന് ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റക്ക്, പിന്നെ സെമിക്കോളം, പിന്നെ അതിൻ്റെ ഇത് ഡബിൾ കോമൻ്റെ ഉള്ളിൽ കണ്ടെയ്നർ എന്നിവിടെ കാണാൻ സാധിക്കും. അല്ല, കോളൻ കേട്ടോ, സെമിക്കോളല്ല, കോളനാണ് ഉള്ളതാണ്, തെറ്റിപ്പോയതാണത്. പിന്നെ app.json വരാം. app.json നമുക്ക് കീവേഡിൻ്റെയും ഡിസ്ക്രിപ്ഷൻ്റെയും ഇടയിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാകുമ്പോൾ ഡോക്കർ ഫയൽ ഉണ്ടെങ്കിൽ Herokuൽ ഡിപ്ലോയ് ആക്കുമ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് ആഡാക്കി കൊടുക്കണം. ഇത് ആഡാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് നേരെ വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ആവത്തില്ല. അപ്പോൾ നമ്മളുടെ ഡോക്കർ ഫയലിൻ്റെ പണിയാക്കി ഇത്രയേ ഉള്ളൂ. പ്രൂഫ് ഞാൻ ഇപ്പോൾ കാട്ടിച്ചു തരുന്നില്ല. ഓക്കെ, പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ആക്കി നോക്കിയാൽ മതി. Herokuലല്ല, റെയിൽവേയിലൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ആക്കി നോക്കിയാൽ മതി, നിങ്ങൾക്ക് നേരെ വർക്ക് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാം. ഡിസ്ലൈക്ക് ചെയ്താലും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യാം. മാക്സിമം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട രീതി എല്ലാവരും ഒരു ലൈക്കും എല്ലാവരും ഒരു കമൻറ്റും കൂടി ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. തന്നെ നല്ല നല്ല വീഡിയോസുകളും ഇങ്ങനത്തെ കോഡിങ്ങിൻ്റെ വലിയ കോഡിങ്ങൊക്കെ സെറ്റാക്കുന്ന വീഡിയോ ഞാൻ തീർച്ചയായും ഇടും. അതിന് വേണ്ടിയിട്ട് എന്നോട് ചെല്ലുന്നുണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനേ. ഓക്കെ, അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ബൈ.